കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ അവൈലബിൾ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലേൺവൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് സന്ദർശിക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളുമായിട്ട് വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട്. 7592939616. ഞാൻ നമ്പർ ഒന്നുകൂടി വായിക്കാം, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. 7592939616. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. ഹലോ ഓൾ. ഇന്ന് നമുക്ക് MA സൈക്കോളജിയിലെ MPC 002, അതായത് ലൈഫ് സ്പാൻ സൈക്കോളജിയുടെ മുൻകാല ചോദ്യ പേപ്പറിന്റെ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ ഓരോ ബ്ലോക്കിനും ഓരോ യൂണിറ്റിനും ഒക്കെ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കണം, എത്ര പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പൊ എന്താണ് നമ്മൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ, ജൂൺ 2020 മുതൽ ഡിസംബർ 2023 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒരു അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓരോ നമ്മുടെ സിലബസ് വൈസ് നോക്കുമ്പോൾ ഓരോ ടോപ്പിക്സിനും എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കണം, എത്ര പ്രാവശ്യമൊക്കെ എത്ര തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, അതുപോലെ ഈ സമയത്ത് നമ്മൾ ഇപ്പോൾ നോക്കേണ്ട ഒരു ട്രെൻഡും അതുപോലെ പാറ്റേൺസും ഒക്കെ എങ്ങനെയാണ്, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളുമാണ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലൂടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു പാറ്റേൺ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് സെക്ഷൻ A ആണ്. സെക്ഷൻ A, B, C എന്ന് പറഞ്ഞിട്ട് 3 സെക്ഷനിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് കിടക്കുന്നത്. സെക്ഷൻ Aയിൽ ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്, വിച്ച് ഇസ് 450 വേർഡ്സ് ഈച്ച്. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു പക്ക essay എന്നൊക്കെ പറയാം അല്ലെ, ഒരു ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ ഒക്കെ കൊടുത്തിട്ട് എഴുതേണ്ട, ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട ആൻസേഴ്സ് ആണ് അതിൽ വരുന്നത്. ഇനി സെക്കൻഡ് പാർട്ട് സെക്ഷൻ Bയിൽ വരുന്ന സമയത്ത് മീഡിയം ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്, 250 വേർഡ്സ് ആണ് അതിൽ വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഏതെങ്കിലുമൊക്കെ സ്പെസിഫിക് സ്റ്റേജസ് അല്ലെങ്കിൽ ഏതെങ്കിലും തിയറീസ് ഇതിനൊക്കെ വളരെ വ്യക്തമായിട്ട് ഡീപ്പായിട്ട് എഴുതേണ്ട കാര്യമാണ് സെക്ഷൻ Bയിൽ വരുമ്പോൾ. ഇനി സെക്ഷൻ Cയിലേക്ക് വരുമ്പോൾ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്, 100 വേർഡ്സ് ഈച്ച് ആണ്. അപ്പൊ അവിടെ ഏതെങ്കിലുമൊക്കെ ഒരു എന്താ പറയാ, ഒരു ഏതെങ്കിലും സ്റ്റേജ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ കോൺസെപ്റ്റ് ഒക്കെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും Cയിൽ വരുന്നുണ്ടാവും. അപ്പൊ നമ്മുടെ ഒരു കവറേജ് ഓഫ് സിലബസ് ടോപ്പിക്സ് നോക്കാം. ഇപ്പൊ MPC 002 അതായത് ലൈഫ് സ്പാൻ ഡെവലപ്മെന്റിൽ 4 ബ്ലോക്ക് ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. നമ്മുടെ ഡെവലപ്മെന്റൽ സ്റ്റേജസിന്റെ ഒക്കെ ഒരു ബേസിലാണ് 4 ബ്ലോക്കുകളായിട്ട് നമുക്ക് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് പ്രീനേറ്റൽ, ഇൻഫാൻസി ആൻഡ് ഏർലി ചൈൽഡ്ഹുഡ്. സെക്കൻഡ് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഡ്യൂറിംഗ് ഏർലി സ്കൂൾ ഇയേഴ്സ്. തേർഡ് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഡ്യൂറിംഗ് അഡോളസെൻസ്. ആൻഡ് ഫോർത്ത് ബ്ലോക്ക് ഈസ് അഡൾട്ട്ഹുഡ് ആൻഡ് ഏജിങ്. ഇങ്ങനെ 4 ബ്ലോക്കുകളാണ് നമുക്കുള്ളത് അല്ലെ. അപ്പം ഈ ഓരോ ബ്ലോക്കിലെയും യൂണിറ്റ്സിനെ വെച്ചിട്ടും അല്ലെങ്കിൽ അതിൽ ഓരോരോ ഡിഫറെന്റ് ഡെവലപ്മെന്റൽ സ്റ്റേജസും ഒക്കെയാണ് ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു എക്സാമിനേഷൻ അനാലിസിസ് നോക്കുകയാണെങ്കിൽ, ദ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻസ് വെയർ കാറ്റഗറൈസ്ഡ് ബേസ്ഡ് ഓൺ ദ ബ്ലോക്സ് ആൻഡ് യൂണിറ്റ്സ് ദേ കറസ്പോണ്ട്. അപ്പൊ നമുക്കൊരു അതിന്റെ ഒരു ഫൈൻഡിങ്സ് എങ്ങനെയൊക്കെയാണോ നമ്മൾ നോക്കാം. ഫസ്റ്റ് ബ്ലോക്കിൽ, അതായത് പ്രീനേറ്റൽ, ഇൻഫാൻസി ആൻഡ് ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന ഫസ്റ്റ് ബ്ലോക്കിൽ ഫ്രീക്വന്റ്ലി ചോദിച്ചു വന്നിട്ടുള്ള ചില ടോപ്പിക്സ് ആണ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഡെവലപ്മെന്റ് ഡ്യൂറിംഗ് ഇൻഫാൻസി, ഏർലി ചൈൽഡ്ഹുഡ് ആൻഡ് പ്രീനേറ്റൽ സ്റ്റേജസ്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ 3 സ്റ്റേജസ് ആണ് അവിടെ പഠിക്കുന്നത്, പ്രീനേറ്റൽ, ഇൻഫാൻസി ആൻഡ് ഏർലി ചൈൽഡ്ഹുഡ്. അപ്പൊ ഇതിന്റെയൊക്കെ ക്യാരക്ടറിസ്റ്റിക്സും ഡെവലപ്മെന്റുമാണ് കൂടുതലും ചോദിച്ചു കണ്ടിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ പ്രീനേറ്റൽ ഡെവലപ്മെന്റിന്റെ സ്റ്റേജസും ആ സമയത്ത് വരാം. ഓക്കെ, ഇനി കോമൺ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ, കോഗ്നിറ്റീവ് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ് ഇൻ ഏർലി ചൈൽഡ്ഹുഡ്, പ്രീനേറ്റൽ ഇൻഫ്ലുവൻസ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് ഡ്യൂറിംഗ് ഇൻഫൻസ്. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇനി സെക്കൻഡ് ബ്ലോക്കിലേക്ക് വരുമ്പോൾ ഫ്രീക്വന്റ് ടോപ്പിക്സ് എന്ന് പറയുന്നത് മോട്ടോർ സ്കിൽസ്, ഫിസിക്കൽ ഡെവലപ്മെന്റ് ആൻഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഡ്യൂറിംഗ് ഏർലി സ്കൂൾ ഇയേഴ്സ്. ഏറ്റവും കൂടുതൽ ചോദിച്ചു വന്നിട്ടുള്ളത് മോട്ടോർ സ്കിൽസോ അല്ലെങ്കിൽ ഫിസിക്കൽ ഡെവലപ്മെന്റോ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റോ ഏതും നമുക്ക് ചോദിച്ചു കാണാം. ഓക്കെ, ഇനി കോമൺ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക? മോട്ടോർ ഡെവലപ്മെന്റ്, കോഗ്നിറ്റീവ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ്, ലേണിംഗ് ഡിസാബിലിറ്റീസ് ആൻഡ് മോറൽ ഡെവലപ്മെന്റ് തിയറീസ്. അപ്പോൾ മോറൽ ഡെവലപ്മെന്റ് തിയറീസ് എന്ന് പറയുമ്പോൾ പിയാഷയുടെയും കോർബർഗിന്റെയും തിയറീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇനി തേർഡ് ബ്ലോക്കിലേക്ക് വരുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്കാണ് തേർഡ് ബ്ലോക്ക്. അഡോളസെൻസിന്റെ ഡെവലപ്മെന്റ് ആണ്. ടോപ്പിക്സ് ഫ്രീക്വന്റ് ടോപ്പിക്സ് നോക്കുമ്പോൾ ഐഡന്റിറ്റി ഡെവലപ്മെന്റ്, കോഗ്നിറ്റീവ് ചേഞ്ചസ് ആൻഡ് ഫിസിക്കൽ സൈക്കോ സോഷ്യൽ ചേഞ്ചസ് ഡ്യൂറിംഗ് അഡോളസെൻസ്.
ക്വസ്റ്റ്യൻസ് അധികവും വന്നിട്ടുള്ളത് കോമൺ ആയിട്ട് വരാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറീസ്, ഐഡന്റിറ്റി ക്രൈസിസ് ദാറ്റ് ഈസ് മാർഷ്യസ് ഐഡന്റിറ്റി സ്റ്റേറ്റസ് മോഡൽ അല്ലെ, ആൻഡ് ഹൈ റിസ്ക് ബിഹേവിയേഴ്സ് ഇൻ അഡോളസൻസ്. ഇതൊക്കെയാണ് കോമൺ ക്വസ്റ്റ്യൻസ്. ഇനി ഫോർത്ത് ബ്ലോക്ക് എടുക്കുമ്പോൾ അഡൾട്ട്ഹുഡ് ആൻഡ് ഏജിംഗ് ആണ്. ഫ്രീക്വന്റ് ടോപ്പിക്സ് എന്ന് പറയുന്നത് സൈക്കോസോഷ്യൽ ചേഞ്ചസ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് ചാലഞ്ചസ് ഡ്യൂറിംഗ് ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് അഡൾട്ട്ഹുഡ് ആൻഡ് ഓൾഡ് ഏജ്. അപ്പം അഡൾട്ട്ഹുഡ് ആൻഡ് ഏജിംഗ് പ്രോസസ് എന്ന് പറയുന്ന ഒരു ബ്ലോക്കാണ് ഫോർത്തിൽ വരുന്നത്. മിഡിൽ അഡൾട്ട്ഹുഡും ഓൾഡ് ഏജും ഏജിംഗ് പ്രോസസ്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ബ്ലോക്കാണ്. അപ്പൊ ഇവിടെ വരുന്ന കോമൺ ക്വസ്റ്റ്യൻസ് ഡെവലപ്മെന്റൽ ടാസ്ക് ഇൻ മിഡിൽ അഡൾട്ട്ഹുഡ്, സൈക്കോസോഷ്യൽ ചേഞ്ചസ് ഡ്യൂറിംഗ് ഓൾഡ് ഏജ് ആൻഡ് സ്റ്റേജ് തിയറീസ് വേഴ്സസ് കോണ്ടെക്സ്റ്റുവൽ അപ്രോച്ചസ്. അപ്പൊ ഇവിടെ സൈക്കോസോഷ്യൽ ചേഞ്ചസ് ഡ്യൂറിംഗ് ഓൾഡ് ഏജ് എന്ന് പറയുന്ന ടോപ്പിക് ഒക്കെ വളരെ പലതവണ റിപ്പീറ്റ് ചെയ്ത് വന്ന് കണ്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ പാറ്റേൺസ് ആൻഡ് ട്രെൻഡ്സ് എങ്ങനെയാണെന്ന് നോക്കാം. അത് നമ്മുടെ തിയറീസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിട്ടുള്ള 2-3 തിയറീസ് ഉണ്ട് നമുക്ക് അല്ലെ. പിയാഷയുടെ തിയറി, പിയാഷയുടെയും കോൾബർഗിന്റെയും തിയറി എന്ന് പറയുമ്പോൾ മോറൽ തിയറീസ് ആണ്. പിയാഷയുടെ മാത്രമായിട്ട് നമുക്ക് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റൽ തിയറി ഉണ്ട്. അതേപോലെ സൈക്കോ സോഷ്യൽ തിയറിയും നമുക്കുണ്ട്, അതായത് എറിക്സന്റെ സൈക്കോ സോഷ്യൽ സ്റ്റേജസ്. അവിടെ നമുക്ക് ഒരു ഒറ്റ തിയറി ആയിട്ട് സൈക്കോ സോഷ്യൽ ചേഞ്ചസ് അല്ലെങ്കിൽ സൈക്കോ സോഷ്യൽ തിയറീസ് നമുക്ക് ചോദിക്കുന്നില്ല. പകരം ഓരോരോ സ്റ്റേജ് ഡെവലപ്മെന്റൽ സ്റ്റേജസ് പഠിക്കുമ്പോൾ അതിന്റെ കൂടെ ചേർത്താണ് എറിക്സന്റെ സ്റ്റേജസ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഈ ഒരു തിയറീസ് ഒക്കെ എല്ലാ എക്സാംസിനും ചോദിച്ചിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഇതിനെ തൊടാതെ പോയിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, പിന്നെ വരുന്നത് നമ്മുടെ ഡെവലപ്മെന്റൽ സ്റ്റേജസ് ആണ്. ഡെവലപ്മെന്റൽ സ്റ്റേജസ് ഇല്ലാതെ ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ് ഇല്ല അല്ലെ. അപ്പോൾ ഡീറ്റെയിൽഡ് നോളജ് ഓഫ് ഡിഫറെന്റ് ഡെവലപ്മെന്റൽ സ്റ്റേജസ്, അതായത് ഇൻഫാൻസി, ചൈൽഡ്ഹുഡ്, അഡോളസൻസ്, അഡൾട്ട്ഹുഡ്, ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽഡ് നോളജ് നമുക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. എന്തായാലും അതില്ലാതെ നമ്മുടെ MPC 002 ഇല്ല. പിന്നെ വരുന്ന സൈക്കോ സോഷ്യൽ ചേഞ്ചസ് നേരത്തെ പറഞ്ഞ പോലെ എറിക്സന്റെ തിയറിയുമായിട്ട് ചേർത്ത് പഠിക്കേണ്ട അല്ലെങ്കിൽ എറിക്സന്റെ തിയറി വരുന്ന ഒരു ഭാഗമാണ് സൈക്കോ സോഷ്യൽ ചേഞ്ചസ്. ഇതും എല്ലാ സ്റ്റേജിലും ഇമ്പോർട്ടന്റ് ആണ്. കുറച്ചധികം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടത് അഡോളസൻസിനും ഓൾഡ് ഏജിനുമാണ് സൈക്കോ സോഷ്യലിന്റെ കാര്യം വരുമ്പോൾ. പിന്നെ വരുന്ന ഒന്നാണ് ലേണിംഗ് ഡിസബിലിറ്റീസ് ആൻഡ് റെമഡിയൽ മെഷേഴ്സ്. ഓക്കെ, അപ്പം റെഗുലർലി വന്ന് കണ്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ് LDയുടെ ടോപ്പിക്. അപ്പം LDനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു നോളജ് ഉണ്ടാക്കി വെക്കണം. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ പാറ്റേൺസ്, അതിന്റെ പിന്നെ റെമഡിയൽ മെഷേഴ്സ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും LDയുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെ പറ്റിയിട്ടും കൃത്യമായ ഒരു ഐഡിയ ഉണ്ടാക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് ഒബ്സർവേഷൻസ് നോക്കാം. സെക്ഷൻ A എന്ന് പറയുമ്പോൾ എന്താണ്? കോംപ്രിഹെൻസീവ് ആൻഡ് അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് അല്ലെ. അപ്പൊ ഏതെങ്കിലും ഒരു ബ്രോഡ് ടോപ്പിക്സ്, ഒരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ആവശ്യമായിട്ടുള്ള തിയറീസോ അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ സ്റ്റേജസോ വരുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ തിയറി ഓഫ് പിയാഷെ അല്ലെ, പിയാഷയുടെ കോഗ്നിറ്റീവ് തിയറി വരാം. അതേപോലെ ഏതെങ്കിലുമൊക്കെ സ്റ്റേജസ്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് ഡ്യൂറിങ് ഓൾഡ് ഏജ്, അതല്ലെങ്കിൽ നമ്മുടെ ഡിഫറെന്റ് സ്റ്റേജസ് ഡ്യൂറിങ് പ്രീനേറ്റൽ ഡെവലപ്മെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെക്ഷൻ എയിൽ കാണാം. ഇനി സെക്ഷൻ B എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആണ് അല്ലെ. എക്സ്പ്ലനേഷൻ ഓഫ് സ്പെസിഫിക് കോൺസെപ്റ്റ്സ്, ഡെവലപ്മെന്റൽ പ്രോസസ്സസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഓഫ് തിയറീസ് ലൈക്ക് നമ്മുടെ മാർഷ്യാസ് ഐഡന്റിറ്റി സ്റ്റേറ്റസ് മോഡൽ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് സെക്ഷൻ Bയിൽ ചോദിക്കാം. ഇനി സെക്ഷൻ C എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഡെഫിനിഷൻ ഒക്കെ ഷോർട്ട് ആൻസേഴ്സ് ആണ് അല്ലെ, ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ ഡെഫിനിഷൻസ്, ബ്രീഫ് എക്സ്പ്ലനേഷൻസ് ഓഫ് കോൺസെപ്റ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈഗോ സെൻട്രിസം അല്ലെ, നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു കുഞ്ഞു ടോപ്പിക്കാണ് ഈഗോ സെൻട്രിസം ഇൻ അഡോളസൻസ്, അതേപോലെ ഈഗോ സെൻട്രിസം ഇൻ ചൈൽഡ്ഹുഡ്. അതൊക്കെ ഒരു കുഞ്ഞു ടോപ്പിക്കാണ് അല്ലെ. അതൊക്കെ സെക്ഷൻ Cയിൽ വളരെയധികം കണ്ടിട്ടുള്ളതാണ്. അതല്ലെങ്കിൽ നമ്മുടെ ലാംഗ്വേജിൽ പഠിക്കുന്ന സമയത്ത് പ്രാഗ്മാറ്റിക്സ്, ഗ്രാമർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടില്ലേ, അത് കോമ്പണൻസ് ഒക്കെ അല്ലെ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തിയറിയുടെ, ഇപ്പോൾ ലൈക്ക് നമ്മുടെ എറിക്സന്റെ തിയറിയുടെ ഏതെങ്കിലും ഒരു സ്റ്റേജ് എടുത്തിട്ട് ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ, വാട്ട് ഈസ് ഇറ്റ് എന്ന തരത്തിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പല കാര്യങ്ങളും ചോദിക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയും നേരം നോക്കിയത് വെച്ചിട്ട് ഒരു കൺക്ലൂഡ് ചെയ്യുവാണെങ്കിൽ ഒരു നമ്മുടെ MPC 002 എന്ന് പറയുന്ന ഒരു സിലബസ് ഒരു എന്താ പറയാ, കുറച്ച് തിയറീസും കുറച്ച് സ്റ്റേജസും സൈക്കോസോഷ്യൽ ആസ്പെക്ട്സും കൂടെ ചേർന്നിട്ടുള്ള ഒരു പേപ്പറാണ് അല്ലെ. ഇപ്പോൾ പിയാഷയുടെ തിയറി, കോൾബർഗിന്റെ തിയറി, അതേപോലെ തന്നെ ഡെവലപ്മെന്റൽ ചേഞ്ചസ്, ഡെവലപ്മെന്റൽ ടാസ്കുകൾ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, സ്റ്റേജസും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇത് തന്നെയാണ് നമ്മുടെ എക്സാമിന്റെയും ഫോക്കസ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, കുറച്ച് recommendations for students. Focus on understanding the core theories of Piaget and Kohlberg along with Erikson. Okay, study the characteristics and developmental changes in each life stage.
Pay attention to psychosocial development and common challenges in adolescence and old age. Prepare for questions on learning disabilities and their management. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ ഇനി നമുക്കൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നോക്കാം. അതായത് ജൂൺ 2020 മുതൽ ഡിസംബർ 2023 വരെ നമ്മുടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഓരോ ബ്ലോക്ക് വൈസ് നോക്കുമ്പോൾ എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളതാണ് ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു ഗ്രാഫ് കാണിക്കുന്നത്. അപ്പം ബ്ലോക്ക് 1 ആണ് വയലറ്റ് കളറിൽ കൊടുത്തിട്ടുള്ളത്, 2 ബ്ലൂ കളറിൽ, ഗ്രീന് തേർഡ് ബ്ലോക്കിലാണ്, അതുപോലെ യെല്ലോ കളറിൽ കൊടുത്തിട്ടുള്ളത് 4th ബ്ലോക്ക്. അപ്പൊ ഈ ഒരു ഗ്രാഫ് എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇത്രയും വർഷങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ എല്ലാ ചാപ്റ്റേഴ്സിനും അല്ലെങ്കിൽ എല്ലാ ബ്ലോക്കിനും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഫസ്റ്റത്തെ ഒരു ഈ ജൂൺ 2020 കാണുകയാണെങ്കിൽ സെക്കൻഡ് ബ്ലോക്കിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല അല്ലെ, കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ളൂ. പക്ഷെ നെക്സ്റ്റ് ഇയർ നോക്കൂ, നെക്സ്റ്റ് എക്സാമിൽ നോക്കൂ, അതിൽ കുറെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, ഒരു ബാലൻസിങ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരു ബ്ലോക്കും നമുക്ക് ഒഴിവാക്കി കളയാൻ പറ്റില്ല എന്നാണ് ഈ ഒരു ഗ്രാഫ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. കൂട്ടത്തിൽ കുറച്ച് ഒരു ബ്ലോക്ക് 2-ന് മറ്റുള്ളതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ ഒന്നും നമുക്ക് ഒഴിവാക്കാനില്ല. അപ്പൊ അതിന്റെ ഒരു പെർസെൻറ്റേജ് ലെവലാണ് റൈറ്റ് സൈഡിലുള്ള നമ്മുടെ ഗ്രാഫിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഒബ്സർവേഷൻസ് നോക്കാം. ഫസ്റ്റ് ബ്ലോക്ക് ഇപ്പൊ ആ ഒരു ഗ്രാഫിന്റെ ഒക്കെ ബേസിലുള്ള ഒരു ഒബ്സർവേഷൻസ് ആണ്. ഫസ്റ്റ് ബ്ലോക്കിൽ ബ്ലോക്ക് 1 കൺസിസ്റ്റന്റ്ലി അപ്പിയേഴ്സ് ഇൻ ഓൾ എക്സാംസ്. ഇപ്പം എല്ലാ എക്സാമ്പിളും നമുക്ക് എല്ലാ ബ്ലോക്കും വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ബ്ലോക്ക് 1 വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 1 to 4 ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാ വർഷവും കണ്ടിട്ടുണ്ട്. പക്ഷെ വേരിയബിലിറ്റി കാണാം അല്ലെ, എല്ലാ വർഷവും ഒരേപോലെ അല്ല കൊടുത്തിട്ടുള്ളത് അല്ലെ, ഏകദേശം ഒരേ ലെവലിലല്ല, ഒരു ക്വസ്റ്റ്യൻ മുതൽ 4 ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് കാണാം. ഓക്കെ, ഇപ്പം ജൂൺ 2020-ലും 2021-ലൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഫസ്റ്റത്തെ ഒരു ബ്ലോക്ക് കണ്ടിട്ടുള്ളത്. ഇനി ബ്ലോക്ക് 2 എടുക്കുന്ന സമയത്ത് ഒരു മറ്റുള്ളതിനെ അപേക്ഷിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മറ്റു ബ്ലോക്കുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവാണ്. ഇപ്പൊ ജൂൺ 2022-ലൊക്കെ 2020-ലൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് അതിൽ കാണും. പക്ഷെ തൊട്ടടുത്ത സമയത്ത് ഒരു ഹയർ ഫ്രീക്വൻസി കാണും. അപ്പൊ ഡിസംബർ 2020 ഒക്കെ എടുക്കുമ്പോൾ അതിന് കഴിഞ്ഞ പ്രാവശ്യത്തേനെ ഒന്ന് ബാലൻസ് ചെയ്യിക്കാൻ വേണ്ടി ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം മറ്റുള്ളതിനെ അപേക്ഷിച്ച് മാത്രം നമുക്ക് വേണമെങ്കിൽ കുറവാണ് എന്ന് പറയാം. ഇനി തേർഡ് ബ്ലോക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ അഡോളസൻസിന്റെ ചാപ്റ്റർ ആണ്, ബ്ലോക്കാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്കാണ്. അത് എപ്പോഴും എല്ലാ എക്സാംസിലും ഒരു പ്രസൻസ്, അതിന്റെ ഒരു സ്റ്റഡി പ്രസൻസ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. 2 to 3 ക്വസ്റ്റ്യൻസ് ഓരോ എക്സാമിലും നമുക്ക് നോക്കി കാണാം. ഓക്കെ, അതൊരു കൺസിസ്റ്റന്റ് ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട് നമ്മുടെ തേർഡ് ബ്ലോക്കിന് വേണ്ടിയിട്ട്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്കാണ് തേർഡ് ബ്ലോക്ക്. ഓക്കെ, അതിന് 4th ബ്ലോക്ക് അഡൾട്ട്ഹുഡ് ആൻഡ് ഏജിങ്. വളരെ ജനറൽ ആയിട്ടുള്ള നമുക്ക് പരിചിതമായിട്ടുള്ള, വെറുതെ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ തന്നെ ഇതൊക്കെ എനിക്ക് അറിയാലോ എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു ബ്ലോക്കാണ് നമ്മുടെ 4th ബ്ലോക്ക് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ബ്ലോക്കിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബ്ലോക്ക് 4 ബ്ലോക്ക് 3 പോലെ തന്നെ എല്ലാ വർഷവും ഒരേപോലെ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. 2 to 3 ക്വസ്റ്റ്യൻസ് എല്ലാത്തിലും നമുക്ക് നോക്കാം. അപ്പം ഈ ഒരു തേർഡ് ആൻഡ് ഫോർത്ത് ബ്ലോക്ക് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്ന ബ്ലോക്സ് ആണ് എന്ന് വെച്ചാൽ അത്രയും അതിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. 4th ബ്ലോക്കിനെ പറ്റി പറയുന്ന സമയത്ത് നമ്മൾ ഇപ്പൊ പറഞ്ഞ പോലെ വളരെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും ടെക്സ്റ്റ് ബുക്കുമായിട്ട് ഒരു അടുപ്പം കീപ്പ് ചെയ്യുക. കാരണം വായിച്ച് ആ രീതിയിലുള്ള ആൻസേഴ്സ് തന്നെ നമ്മൾ കൊടുക്കുക. ഓക്കെ, ഇനി ഹയർ ഓർ ലോവർ ഫ്രീക്വൻസീസ് ഉള്ള ബ്ലോക്സ് നോക്കാം. അപ്പോൾ ഹയർ ഫ്രീക്വൻസി ബ്ലോക്സ് എന്ന് പറയുമ്പോൾ ഫോർത്ത് ബ്ലോക്സ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി കണ്ടിട്ടുള്ളത്. അതേപോലെ അത് കഴിഞ്ഞാൽ ഫസ്റ്റ് ബ്ലോക്ക്, പിന്നെ ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മാത്രം നമുക്ക് സെക്കൻഡ് ബ്ലോക്കിന് കുറച്ച് കുറവ് കാണാം. ഓക്കെ, അപ്പൊ ലോവർ ഫ്രീക്വൻസി ബ്ലോക്ക് എന്ന് പറയുന്നത് 2 ആണ്. കാരണം ചില ഇയറിലൊക്കെ നോക്കുമ്പോൾ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് സെക്കൻഡ് ബ്ലോക്കിനെ ബേസ് ചെയ്തിട്ട് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ യൂണിറ്റ് വൈസ് ക്വസ്റ്റ്യൻ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ കളേഴ്സ് ശ്രദ്ധിക്കുക. ജൂൺ 2020 ആണ് ഈ ഒരു വയലറ്റ്. അപ്പോൾ അതിന്റെ ഒരു ബേസിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ബ്ലോക്ക് 1 യൂണിറ്റ് 1 കൂടുതൽ കണ്ടിട്ടുള്ളത് ജൂൺ 2020-ലും ഡിസംബർ 2020-ലും ആണ്. ഇനി ബ്ലോക്ക് 1-ന്റെ യൂണിറ്റ് 2 കണ്ടിട്ടുള്ളത് ജൂൺ 2020-ലും അതേപോലെ ഡിസംബർ 2021-ലുമാണ്. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ ഓരോ യൂണിറ്റ്സും ഓരോരോ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും എങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഗ്രാഫിൽ പറയുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്കത് അതിന്റെ ഒരു
എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ബ്ലോക്ക് 1 യൂണിറ്റ് 1 എന്ന് വെച്ചാൽ കൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് അല്ലെ. അപ്പം ഡെവലപ്മെന്റിന്റെ കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ ഫസ്റ്റ് യൂണിറ്റിൽ. അപ്പം അത് വളരെ അങ്ങനെ ഫ്രീക്വന്റ്ലി വന്ന് കണ്ടിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. അത് കൂടുതലും ജൂൺ 2020ലും 2021 കുറച്ച് മുന്നേ വന്ന് കണ്ടിട്ടുള്ള ടോപ്പിക്കാണ്. എന്ന് വെച്ച് നമുക്ക് വരാണ്ടിരിക്കാം എന്നൊന്നും പറയാൻ പറ്റില്ല. കുറച്ച് കാലമായില്ലേ ചോദിച്ചിട്ട്, ഈ വർഷം ചോദിച്ചേക്കാം എന്ന് തോന്നിയാലും മതി. ഓക്കെ. അപ്പൊ ഇനി സെക്കൻഡ് യൂണിറ്റിൽ പ്രീനേറ്റൽ ഡെവലപ്മെന്റ് ആണ്. അത് എപ്പോഴും അങ്ങനെ ഡിസംബർ 2020ലും ഡിസംബർ 2022ലും ഒക്കെയാണ് നോട്ട് ചെയ്ത് കണ്ടിട്ടുള്ളത്. ഇനി യൂണിറ്റ് 3 എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് ഡ്യൂറിങ് ഇൻഫാൻസി ആണ്. അത് പല എക്സാമുകളിലും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. ഏറ്റവും കൂടുതൽ കണ്ടത് 2020 ജൂണിലും അതുപോലെ ഡിസംബർ 2020ലും ജൂൺ 2022ലും ഒക്കെയാണ്. ഓക്കെ. ഇനി യൂണിറ്റ് 4 ഏർലി ചൈൽഡ്ഹുഡ്, അതും പറഞ്ഞ പോലെ ഫ്രീക്വന്റ്ലി ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ എക്സാമുകളിൽ നമുക്ക് ഈ ഒരു യൂണിറ്റിനെ കാണാം. ഓക്കെ. ഇനി സെക്കൻഡ് ബ്ലോക്കിലെ യൂണിറ്റ് 1 അതായത് ഫിസിക്കൽ ഡെവലപ്മെന്റ്, ചൈൽഡ്ഹുഡിന്റെ ആണ് യൂണിറ്റ് വരുന്നത്. ഫിസിക്കൽ ഡെവലപ്മെന്റ് അതാണ് ഒരുപാട് ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് കാണാവുന്നതാണ് ഫിസിക്കൽ ഡെവലപ്മെന്റ്. ഓക്കെ. സെക്കൻഡ് യൂണിറ്റ് കോഗ്നിറ്റീവ്, സോഷ്യൽ, ഇമോഷണൽ ആൻഡ് മോറൽ ഡെവലപ്മെന്റും ഇതുപോലൊരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് മോറൽ ഡെവലപ്മെന്റ് സെക്ഷൻ ബിയിലൊക്കെ കുറെ പ്രാവശ്യം ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. ഇനി തേർഡ് യൂണിറ്റ് സ്കൂളിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. മറ്റുള്ളതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവാണ്, എങ്കിലും നമുക്ക് സെക്ഷൻ ബിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ. യൂണിറ്റ് 4 ഐഡന്റിഫിക്കേഷൻ പ്രോബ്ലംസ്. ഐഡന്റിഫിക്കേഷൻ ഓഫ് പ്രോബ്ലംസ് അത് റെയർലി അപ്പയർ ആണ്, ഒരു അധികം ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ലാത്ത ഒന്നാണ്. ഓക്കെ. ഇനി ബ്ലോക്ക് 3 എടുക്കുമ്പോൾ അഡോളസെൻസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ബ്ലോക്കാണ് ബ്ലോക്ക് 3 എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ യൂണിറ്റ് 1 ഫ്രീക്വന്റ്ലി ഫിസിക്കൽ ചേഞ്ചസ് ആണ്. ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. കാരണം നമുക്കറിയാം അല്ലെ, അഡോളസെൻസിന്റെ ഫിസിക്കൽ ചേഞ്ചസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോഗ്നിറ്റീവ് ചേഞ്ചസ് മറ്റുള്ളതിനെ അപേക്ഷിച്ച് കുറവാണ്. പിയാഷയുടെ തിയറി ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് കോഗ്നിറ്റീവ് ചേഞ്ചസ് കുറവാണ്, എങ്കിലും നമ്മൾ വിട്ടുകളയാൻ പാടില്ല. ഓക്കെ. യൂണിറ്റ് 3 ആണ് പിന്നെ വരുന്നത് ഐഡന്റിറ്റി, സെൽഫ് കോൺസെപ്റ്റ് ആൻഡ് സെൽഫ് എസ്റ്റീം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റ് ആണ് ഇത്, ഐഡന്റിറ്റി എന്ന് പറയുന്നത്. എപ്പോഴും ചോദിക്കാവുന്ന, ഏത് സെക്ഷനിലും ചോദിക്കാവുന്ന ഒരു യൂണിറ്റ് ടോപ്പിക്സ് ആണ് ഈ ഒരു യൂണിറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഫോർത്ത് യൂണിറ്റ് ചാലഞ്ചസ് ആൻഡ് ഇഷ്യൂസ് ഒക്കെയാണ്. അത് നമുക്കിപ്പോ ഇന്നത്തെ ഒരു കാലത്തെ സാഹചര്യങ്ങളൊക്കെ എടുത്തു വെച്ച് നോക്കുന്ന സമയത്ത് എല്ലാ കാലത്തും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പോർഷൻസ് ഒക്കെയാണ് ചാലഞ്ചസും ഇഷ്യൂസും ഒക്കെ അല്ലെ. അപ്പൊ ഇതൊക്കെ ഇഷ്ടംപോലെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ. ഇനി ബ്ലോക്ക് 4 നോക്കാം. അഡൾട്ട്ഹുഡ് ആൻഡ് ഏജിങ്. യൂണിറ്റ് 1 ഒരു അധികം ഇല്ല എന്ന് പറയാം. ഫിസിക്കൽ ചേഞ്ചസ് ആണ്, അധികം നമുക്ക് അങ്ങനെ കണ്ടിട്ടില്ല, എങ്കിലും ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ നമുക്കത് കാണാം. ഇനി സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ചേഞ്ചസ് ആണ്. നോട്ടബിൾ മെൻഷൻസ് ഇൻ 2020 ഡിസംബർ, 2022 ജൂൺ ആൻഡ് 2023 ഡിസംബർ. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഈ ഒരു കോഗ്നിറ്റീവ് ചേഞ്ചസ് നമുക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇനി തേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് സൈക്കോ സോഷ്യൽ ചേഞ്ചസ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് സൈക്കോ സോഷ്യൽ ചേഞ്ചസ് ആണ്. എപ്പോഴും ചോദിക്കുന്നത് ഒരു റെഗുലർലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ. ഇനി യൂണിറ്റ് 4 എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തേർഡും പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് ഫോർത്ത് യൂണിറ്റ്. വളരെ ഈസി ആയിട്ടുള്ള യൂണിറ്റ് കൂടെയാണ്. നിർബന്ധമായിട്ടും നിങ്ങൾ മൾട്ടിപ്പിൾ ടൈംസ് അത് വായിച്ചിട്ട് പോകാം. ഓക്കെ. ടോപ്പിക് വൈസ് അല്ലെ, നമ്മൾ നേരത്തെ ഇപ്പൊ യൂണിറ്റ് വൈസ് ആണ് കണ്ടിട്ടുള്ളത്. ഒരു ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻ ഡിസ്ട്രിബ്യൂഷൻ ആണ്, ഓരോ വർഷത്തെയും ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇതിൽ വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ഓരോ ബ്ലോക്കിന്റെയും ഒരു ഒബ്സർവേഷൻ നോക്കാം. യൂണിറ്റ് 1 എന്ന് പറയുന്നത് കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് ആണ്. അതിൽ ടോപ്പിക് 1 അപ്പിയേഴ്സ് ഇൻഫ്രീക്വന്റ്ലി, അതായത് കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെന്റിലെ ആദ്യത്തെ ടോപ്പിക് ഒന്നും അങ്ങനെ ഒരുപാടൊന്നും കണ്ടിട്ടില്ല. ടോപ്പിക് 2 കുറച്ചൊക്കെ ജൂൺ 2021 കണ്ടിട്ട് എന്തായാലും നമുക്കത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ഇനി യൂണിറ്റ് 2 പ്രീനേറ്റൽ ഡെവലപ്മെന്റ് ആണ്. അതിൽ ഫസ്റ്റ് നമുക്ക് സ്റ്റേജസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് വളരെ ചോദിച്ച് മെൻഷൻ ചെയ്ത് കണ്ടിട്ടുള്ള ടോപ്പിക്കാണ്. ഇനി യൂണിറ്റ് 3 എടുത്ത് നോക്കുമ്പോൾ ഡെവലപ്മെന്റ് ഡ്യൂറിങ് ഇൻഫാൻസി, അത് എപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട്, പ്രത്യേകിച്ച് ലാംഗ്വേജ് ഡെവലപ്മെന്റോ അല്ലെങ്കിൽ ഫിസിക്കൽ ഡെവലപ്മെന്റോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചോദിക്കാവുന്ന ഒന്നാണ് ഡെവലപ്മെന്റ് ഡ്യൂറിങ് ഇൻഫാൻസി എന്ന് പറയുന്നത്.
ഇനി ഏർലി ചൈൽഡ്ഹുഡ്, 4th യൂണിറ്റിലെ ഏർലി ചൈൽഡ്ഹുഡ് ഫസ്റ്റ് ടോപ്പിക് ഫ്രീക്വന്റ്ലി ടാർഗറ്റഡ് ആണ്. പല പ്രാവശ്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടം പോലെ ചോദിച്ചിട്ടുള്ള ഒന്നാണ് ഏർലി ചൈൽഡ്ഹുഡിൽ വരുന്നത്. ഇനി ബ്ലോക്ക് 2 യൂണിറ്റ് 1 എന്ന് പറയുന്നത് ഫിസിക്കൽ ഡെവലപ്മെന്റ് ആണ്. ചൈൽഡ്ഹുഡിന്റെ ഫിസിക്കൽ ഡെവലപ്മെന്റ് ആണ്. അപ്പോൾ അതിലെ ടോപ്പിക് ഒക്കെ സിൻസ് അവറൽ എക്സാംസ് വിത്ത് നോട്ടബിൾ മെൻഷൻസ് ഇൻ ഡിസംബർ 2020, ജൂൺ 2023. അപ്പോൾ അടുത്തടുത്തൊക്കെ ആയിട്ട് കുറെ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ടോപ്പിക്കാണത്. യൂണിറ്റ് 2 വരുമ്പോൾ അതും ഇതേ പറഞ്ഞ പോലെ പല പ്രാവശ്യം കോഗ്നിറ്റീവ് ചേഞ്ചസ് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളത് ഏർലി ചൈൽഡ്ഹുഡിലെ കോഗ്നിറ്റീവ് ചേഞ്ചസ് ആണ്. ഓക്കെ. ഇനി സ്കൂളിംഗ് ആൻഡ് ഡെവലപ്മെന്റ് എടുക്കുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ അധികം ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല ആ ഒരു പോർഷൻ. ഇനി ബ്ലോക്ക് 3 അഡോളസൻസിന്റെ ഫിസിക്കൽ ചേഞ്ചസ്, അതിലെ ടോപ്പിക് 1 പല പ്രാവശ്യം ഇങ്ങനെ കണ്ടിട്ടുള്ളതാണ്, ഇഷ്ടം പോലെ കണ്ടിട്ടുള്ളതാണ്. ഇനി യൂണിറ്റ് 2 കോഗ്നിറ്റീവ് ചേഞ്ചസ് എടുക്കുമ്പോൾ അതിലെ ടോപ്പിക്കുകളൊന്നും അത്ര അങ്ങോട്ട് മെൻഷൻ ചെയ്ത് കണ്ടിട്ടില്ല. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഐഡന്റിറ്റി, സെൽഫ് കോൺസെപ്റ്റ്, സെൽഫ് എസ്റ്റീം എന്നൊക്കെ പറയുന്നത് എല്ലായ്പ്പോഴും കാണുന്നതാണ്. നിർബന്ധമായിട്ടും അത് പഠിക്കാം. ഓക്കെ. ഇനി യൂണിറ്റ് 4 എടുക്കുമ്പോൾ ചാലഞ്ചസ് ആൻഡ് ഇഷ്യൂസ് കുറവാണ് എങ്കിലും ചാലഞ്ചസ് ആൻഡ് ഇഷ്യൂസിനെ നമുക്ക് എന്താ പറയുക സെക്ഷൻ ബിയിൽ കുറെ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ കാണുന്നില്ലെങ്കിലും സെക്ഷൻ ബിയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി 4th ബ്ലോക്ക് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് യൂണിറ്റിൽ ഫിസിക്കൽ ചേഞ്ചസ് ആണ്. അതിൽ ടോപ്പിക് ഫസ്റ്റ് ഒക്കെ ആണെങ്കിൽ അങ്ങനെയൊന്നും നമുക്ക് ചോദിച്ച് കണ്ടിട്ടില്ല. ചെറുതായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെയൊക്കെ ചോദിക്കാം എന്നേ ഉള്ളൂ. യൂണിറ്റ് 2 അധികം മെൻഷൻസ് ഒന്നും നമുക്ക് കാണാനില്ല. പക്ഷേ യൂണിറ്റ് 3 4 എടുക്കുമ്പോൾ അതിലെല്ലാ ടോപ്പിക്കും ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ആണ്. കൺസിസ്റ്റന്റ്ലി എല്ലാ എക്സാം പേപ്പേഴ്സിലും മൾട്ടിപ്പിൾ എക്സാം പേപ്പേഴ്സിലും നമുക്ക് കാണാവുന്ന ഒരു സ്ഥിര സാന്നിധ്യം എന്നൊക്കെ പറയാവുന്ന യൂണിറ്റ്സ് ആണ് നമ്മുടെ 4th ബ്ലോക്കിലെ 3rd and 4th യൂണിറ്റ്സ്. ഓക്കെ. അപ്പൊ നമുക്ക് ഓരോരോ ബ്ലോക്കിനും ഏകദേശം എത്രത്തോളം മാർക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഗ്രാഫ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നോക്കുമ്പോൾ ബ്ലോക്ക് 2 കൂട്ടത്തിൽ ഏറ്റവും കുറവ് വന്നിട്ടുള്ളത്. ഓക്കെ. ഇനി ബ്ലോക്ക് 1 തന്നെ റൈറ്റ് സൈഡിലെ ചാർട്ട് എടുക്കുമ്പോൾ യൂണിറ്റ് 4 നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ബ്ലോക്ക് 2 എടുക്കുമ്പോൾ യൂണിറ്റ് 2 ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ബ്ലോക്ക് 3 എടുക്കുമ്പോൾ യൂണിറ്റ് 4 കൂടുതൽ വന്നിട്ടുള്ളത്. ഇനി ബ്ലോക്ക് 4 എടുക്കുമ്പോൾ യൂണിറ്റ് 3 വലിയ ഡിഫറൻസ് ഒന്നും ഇല്ലെങ്കിലും യൂണിറ്റ് 4 അതേപോലെ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം. ഓക്കെ. ഇതെടുത്ത് നോക്കുമ്പോൾ നമുക്ക് ബ്ലോക്ക് 3 ബ്ലോക്ക് 4 കണ്ടോ നല്ല ഇമ്പോർട്ടൻസ് ഉള്ള 2 ബ്ലോക്കുകളാണ്. ഓക്കെ. അപ്പൊ നമുക്ക് അതിന്റെ ഒരു കീ ഒബ്സർവേഷൻസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ ടോട്ടൽ മാർക്സ് പെർ ബ്ലോക്ക് എങ്ങനെ വന്നേ നോക്കാം. ബ്ലോക്ക് 1 എന്ന് പറയുന്നത് എ സബ്സ്റ്റാൻഷ്യൽ പോർഷൻ ഓഫ് ദ ടോട്ടൽ മാർക്സ് ആണ് ഫസ്റ്റത്തെ ബ്ലോക്കിൽ തന്നെ. ഓക്കെ. ഇനി ബ്ലോക്ക് 2 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് കുറവാണ്. 3rd ബ്ലോക്കും ഒരേപോലെ ഇമ്പോർട്ടൻസ് ഉണ്ട്. എല്ലാ വർഷവും എടുത്ത് നോക്കുമ്പോഴും അതിനൊരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ബ്ലോക്ക് കൂടിയാണ് 3rd and 4th ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഓരോ യൂണിറ്റ് നോക്കാം. ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഒരു അധികം ഒന്നും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. യൂണിറ്റ് 4 ആണെങ്കിലോ അതിലാണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 4th യൂണിറ്റ് ആണ്. യൂണിറ്റ് 2 പറയുമ്പോൾ കോഗ്നിറ്റീവ്, സോഷ്യൽ, ഇമോഷണൽ, മോറൽ ഡെവലപ്മെന്റ് ആണ്. ഒരു സിഗ്നിഫിക്കന്റ് പോർഷൻ ആണ് എങ്കിലും 4th യൂണിറ്റിന്റെ അത്രയും ഇല്ല അല്ലെ. ഇനി 3rd യൂണിറ്റ് വരുമ്പോൾ ബ്ലോക്ക് 3 3rd യൂണിറ്റ് വരുമ്പോൾ ഐഡന്റിറ്റി, സെൽഫ് കോൺസെപ്റ്റ്, സെൽഫ് എസ്റ്റീം. ഓക്കെ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഹൈ മാർക്ക് അലോക്കേഷൻ കൊടുത്തിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് 3rd യൂണിറ്റ് ബ്ലോക്ക് 3, അതായത് അഡോളസൻസിന്റെ ബ്ലോക്ക് വരുന്ന സമയത്ത്. ഓക്കെ. ഇനി സൈക്കോ സോഷ്യൽ ചേഞ്ചസ് ഇൻ ബ്ലോക്ക് 4 അല്ലെ. നമ്മളെ ബ്ലോക്ക് 4 3rd യൂണിറ്റ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി കണ്ടിന്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ്. ഓക്കെ. അപ്പൊ ഇനി ഓരോരോ ടോപ്പിക്കിന്റെ ഒരു ആവറേജ് മാർക്സ് നമുക്ക് നോക്കാം. Topics related to early childhood development and psychosocial changes during different life stage receives high average. ഓക്കെ. ഏർലി ഡെവലപ്മെന്റൽ സ്റ്റേജസിന്റെയും അതേപോലെ ചൈൽഡ്ഹുഡിലെ അതേപോലെ സൈക്കോ സോഷ്യൽ ചേഞ്ചസും എല്ലാ സ്റ്റേജസിലെയും വളരെ ഒരു ഹയർ ആവറേജ് മാർക്സ് കിട്ടാവുന്ന അല്ലെങ്കിൽ ചോദിക്കാവുന്ന ടോപ്പിക്സ് ആണ്. ഇനി ഫിസിക്കൽ ഡെവലപ്മെന്റ്, കോഗ്നിറ്റീവ് ചേഞ്ചസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതായത് അഡൾട്ട്ഹുഡിലുള്ളത് അതുപോലെ ഹയർ ആവറേജ് മാർക്സ് ആണെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നമുക്ക് സെക്കൻഡ് പാർട്ട് ബിയിലൊക്കെ ചോദിച്ചേക്കാവുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ. അപ്പൊ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് നോക്കാം. ഇപ്പൊ ടോപ്പിക് 1
ബ്ലോക്ക് 1 ടോപ്പിക് 1 ആണ് കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ടോട്ടൽ മാർക്സ് 10 വന്നിട്ടുള്ളത്. ബ്ലോക്ക് 1 യൂണിറ്റ് 2 ടോപ്പിക് 2 പറയുമ്പോൾ ഗോൾസ് ഓഫ് ഡെവലപ്മെന്റ് ചേഞ്ചസ് 6 മാർക്സിനാണ്. സെക്ഷൻ ബിയിലൊക്കെ മാത്രം ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. ഇനി ബിഗിനിങ് ഓഫ് ദ ലൈഫ് എന്ന് പറയുന്നത് യൂണിറ്റ് 2 ടോപ്പിക് 1 എന്ന് പറയുന്നത് 16 മാർക്സിനൊക്കെയാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അത് എയിലോ ബിയിലോ ചോദിക്കാം. ഇനി കോൺസെപ്റ്റ് ഓഫ് ഇൻഫാൻസി പീരീഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. 32 മാർക്സിനകത്ത് ചോദിച്ചു വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ബ്ലോക്ക് 2 യൂണിറ്റ് 2 എടുത്ത് നോക്കുകയാണെങ്കിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് പിയാഷയുടെ തിയറിക്കാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പിയാഷയുടെ തിയറിക്കാണ് 56 മാർക്സിനാണ് പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കണ്ടിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ആ ഒരു തിയറിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത്. ഇനി സ്കൂൾ ആൻഡ് ദ ലൈഫ് ഓഫ് ചിൽഡ്രൻ എന്ന് പറയുന്ന സ്കൂൾ ലൈഫും അതിൽ ചിലപ്പോൾ നമുക്ക് LDM ഒക്കെ ചേർത്തിട്ട് 22 ആണ് കണ്ടിട്ടുള്ളത്. അഡോളസൻസ് ഡെവലപ്മെന്റിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. 40 മാർക്സിനാണ് വരുന്നത് ബ്ലോക്ക് 3 യൂണിറ്റ് 1 വരുന്നത്. ഇനി കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഇൻ അഡോളസൻസിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല, അധികം ഒന്നും അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. 20 മാർക്സിനാണ് ടോട്ടൽ വന്നിട്ടുള്ളത്. പക്ഷേ ഐഡന്റിറ്റി ഇൻ അഡോളസൻസ് നോക്കൂ, ഏറ്റവും ഹയർ ആയിട്ട് കാണുന്നത് 68 മാർക്സിന് വന്നിട്ടുള്ളത് അവിടെയാണ്. നമ്മുടെ ഐഡന്റിറ്റി ക്രൈസിസസ്, അതുപോലെ ഐഡന്റിറ്റി കൺഫ്യൂഷൻസ്, സെൽഫ് എസ്റ്റീം, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പോർഷൻ ആണ് ഐഡന്റിറ്റി ഇൻ അഡോളസൻസ് എന്ന് പറയുന്നത്. ഇനി ചാലഞ്ചസ് ഓഫ് അഡോളസൻസ് 20 മാർക്സിനാണ് ചോദിച്ചിട്ടുള്ളത്, ചോദിക്കാവുന്നതാണ് സെക്ഷൻ ബിയിൽ. ഫിസിക്കൽ ചേഞ്ചസ് ഇൻ ഏർലി അഡൾട്ട്ഹുഡ് 26 മാർക്സിനാണ് വന്നിട്ടുള്ളത്. കോഗ്നിറ്റീവ് ചേഞ്ചസ് ഇൻ ഏർലി അഡൾട്ട്ഹുഡ് പക്ഷേ 30 മാർക്സിന് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ബ്ലോക്ക് 4 തന്നെ സൈക്കോ സോഷ്യൽ ചേഞ്ചസ് ഇൻ ഏർലി അഡൾട്ട്ഹുഡ് നോക്കൂ, 66 മാർക്സിനാണ് വന്നിട്ടുള്ളത്. രണ്ടാമതായി എത്തി നിൽക്കുന്നത് നമ്മുടെ ഈ ഒരു ടോപ്പിക്കാണ്. നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതേപോലെ ചാലഞ്ചസ് ഇൻ ഏജിങ് പ്രോസസ്സ് 42 മാർക്സിനാണ് അപ്പിയർ ചെയ്ത് കണ്ടിട്ടുള്ളത്. അപ്പം ഈ ഒരു ബേസിൽ, ഇതിന്റെയൊക്കെ ഒരു ബേസിൽ വേണം ഓരോ ടോപ്പിക്സിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കാം. അപ്പൊ നമുക്കൊരു അനാലിസിസ് ഓഫ് റിക്കറൻസ് പാറ്റേൺസ് നോക്കാം. ചില ടോപ്പിക്സ് മിക്ക ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ ഏതൊക്കെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ടോപ്പിക്സ് എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പം ഹൈ റെക്കറൻസ് ടോപ്പിക്സ് സച്ച് ആസ് മീനിങ് ഓഫ് ഏർലി ചൈൽഡ്ഹുഡ് ബ്ലോക്ക് 1 യൂണിറ്റ് 4 വരുന്നത്. അതുപോലെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി, പിയാഷയുടെ തിയറി, ഐഡന്റിറ്റി ഇൻ അഡോളസൻസ്, അതുപോലെ സൈക്കോസോഷ്യൽ ചേഞ്ചസ് ഇൻ അഡൾട്ട്ഹുഡ്, അതിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ മാർക്ക്. എസ്സേയിലൊക്കെ ചോദിക്കാം. കൂടുതൽ ടോട്ടൽ എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് അലോക്കേറ്റ് ചെയ്ത് കണ്ടിട്ടുള്ള ടോപ്പിക്സ് ഇതൊക്കെയാണ്. ഓക്കെ, ഇനി ഒരു മോഡറേറ്റ് റിക്കറൻസ് വന്നിട്ടുള്ളത് കോൺസെപ്റ്റ് ഓഫ് ഇൻഫാൻസി പീരിയഡ്, അതുപോലെ ഫിസിക്കൽ ഗ്രോത്ത് ഇൻ സ്കൂൾ ഇയേഴ്സ്, അഡോളസൻസ് ഡെവലപ്മെന്റ്, ഈ ഒരു ടോപ്പിക്സ് ഒക്കെ മോഡറേറ്റ് റിക്കറൻസ് ആണ് കാണുന്നത്. ഈ ലോ റിക്കറൻസ് എടുത്ത് നോക്കുമ്പോൾ ഗോൾസ് ഓഫ് ഡെവലപ്മെന്റൽ സ്റ്റേജസും കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെന്റ്, അതായത് ലൈക്ക് നമ്മുടെ ബ്ലോക്ക് 1 യൂണിറ്റ് 1ഉം 2 ഒക്കെ എടുക്കുമ്പോൾ അതിനൊന്നും അധികം ഒരു റിക്കറൻസ് നമുക്ക് കാണാനില്ല. ഓക്കെ, അപ്പൊ ഇനി പ്രിഡിക്ഷൻസ് ഫോർ ദ നെക്സ്റ്റ് എക്സാം നമുക്ക് നോക്കാം. അപ്പൊ ഈ ഒരു ഫ്രീക്വൻസിന്റെയും അതുപോലെ പാറ്റേൺ ഓഫ് ഒക്കറൻസും എല്ലാം വെച്ചിട്ട് നമുക്കൊരു നെക്സ്റ്റ് എക്സാമിനുള്ള ഒരു പ്രഡിക്ഷൻ നമുക്ക് നോക്കാം. മീനിങ് ഓഫ് ഏർലി ചൈൽഡ്ഹുഡ് ബ്ലോക്ക് 1 യൂണിറ്റ് 4 ആണ്. ഗിവൺ ഇസ് ഹൈ മാർക്ക് അലോക്കേഷൻ ആൻഡ് കൺസിസ്റ്റന്റ് റിക്കറൻസ്, ഒന്നാമത്തെയാണ്. പിന്നെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിലെ പിയാഷയുടെ തിയറി, ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു അല്ലെ, ഒരുപാട് നമ്മൾ പല തവണ ആയിട്ട് ചോദിച്ച് കണ്ടു. അപ്പോൾ അത് ഒരു വളരെ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. ഇനി ഐഡന്റിറ്റി ഇൻ അഡോളസൻസ്, ഇന്ന് തുടക്കം മുതലേ നമ്മൾ പറയുന്നുണ്ട് അതൊരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് എന്നുള്ളത്. അതേപോലെ സൈക്കോ സോഷ്യൽ ചേഞ്ചസ് ഇൻ ഏർലി അഡൾട്ട്ഹുഡ് കൺസിസ്റ്റന്റ്ലി അപ്പിയർ വിത്ത് എ ഹൈ മാർക്ക് അലോക്കേഷൻ. തേർഡ് ആൻഡ് ഫോർത്ത് ടോപ്പിക്സ് ഐഡന്റിറ്റി ഇൻ അഡോളസൻസും സൈക്കോ സോഷ്യൽ ചേഞ്ചസും ഒക്കെ എന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്സ് ആണ്. ഓക്കെ, ഇനി പ്രഡിക്ഷൻസ് ആൻഡ് പ്രോബബിലിറ്റി ഫോർ അപ്കമിങ് എക്സാംസ് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഒരു ഹിസ്റ്റോറിക്കൽ ഡേറ്റ, അതായത് ഇത്രയും വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്ത് നോക്കിയിട്ട് അതിൽ എത്ര പ്രാവശ്യം എത്ര തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, ഇതൊക്കെ അതുപോലെ എത്ര മാർക്സിനാണ് ഓരോരോ ടോപ്പിക്സും ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഓരോ ടോപ്പിക്സിനും എത്രത്തോളം മാർക്സ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്, ഇതിന്റെയൊക്കെ ഒരു ബേസിൽ നമുക്ക് ഇനി വരുന്ന ജൂൺ 2024 എക്സാമിന്റെ ഒരു പ്രഡിക്ഷനും എത്രത്തോളം അതിന് പ്രോബബിലിറ്റി ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ബ്ലോക്ക് 1 യൂണിറ്റ് 4 മീനിങ് ഓഫ് ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് അല്ലെ. ഏർലി ചൈൽഡ്ഹുഡിലെ പിന്നെ ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് വരുന്നത്. ഓക്കെ,
ഇനി ബ്ലോക്ക് 3 യൂണിറ്റ് 3 ഐഡന്റിറ്റി ആൻഡ് അഡോളസെൻസ്, തേർഡ് ബ്ലോക്ക്, അതായത് അഡോളസെൻസിന്റെ ബ്ലോക്കിൽ ഐഡന്റിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിനും നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഫോർത്ത് ബ്ലോക്ക് സൈക്കോ സോഷ്യൽ ചേഞ്ചസ് എന്ന് വെച്ചാൽ യൂണിറ്റ് 3 ആണ് സൈക്കോ സോഷ്യൽ ചേഞ്ചസ് വരുന്നത് ഇൻ ഏർലി അഡൾട്ട്ഹുഡ്, അതേപോലെ തന്നെ ഓൾഡ് ഏജിലും നമുക്ക് ആ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി ബ്ലോക്ക് 2 യൂണിറ്റ് 2 ദാറ്റ് ഈസ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, പിയാഷയുടെ തിയറി ഒക്കെയാണ് വരുന്നത്. പിയാഷയുടെ തിയറി, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റൽ തിയറി ഒക്കെ എന്ന് പറയുമ്പോൾ ചൈൽഡ്ഹുഡിന്റെ ആണ് ഏറ്റവും കൂടുതൽ അതിൽ ഇമ്പോർട്ടൻസ് നമുക്ക് കൊടുക്കേണ്ടതായിട്ടുള്ളത്. അഡോളസെൻസിലും അതേപോലെ ഏർലി ചൈൽഡ്ഹുഡിലും ഒന്നും നമുക്ക് അത്ര അങ്ങോട്ട് ഫ്രീക്വൻസി കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഈ ബ്ലോക്ക് 4 യൂണിറ്റ് 4 എന്ന് പറയുന്നത് ചാലഞ്ചസ് ഇൻ ഏജിങ് പ്രോസസ് ആണ്. ഇതിന് നമ്മൾ ഒരു എത്രത്തോളം പ്രഡിക്ഷൻ നമുക്ക് വരാൻ സാധ്യതയുള്ള ടോപ്പിക്സ് ആണ്. അപ്പൊ ഇത്രയും ടോപ്പിക്സ് നമുക്ക് ഇനി വരുന്ന എക്സാമിൽ വരാൻ സാധ്യതയുള്ള ടോപ്പിക്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇനി വരുന്നത് എന്താണ്? ബ്ലോക്ക് 3 അഡോളസെന്റ് ഡെവലപ്മെന്റ്. അതിൽ യൂണിറ്റ് 1 നമ്മൾ ഫിസിക്കൽ ഡെവലപ്മെന്റ് ആണ്. അത് കഴിഞ്ഞ് നമുക്ക് സാധ്യതയുണ്ട് അടുത്ത ഒരു സെക്ഷൻ ബിയിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതേപോലെ കോൺസെപ്റ്റ് ഓഫ് ഇൻഫാൻസി പീരിയഡ്, യൂണിറ്റ് 3 വരുന്ന ഇൻഫാൻസിയുടെ കോൺസെപ്റ്റ്സും ഒരു സാധ്യതയുണ്ട്. ബ്ലോക്ക് 2 ഫിസിക്കൽ ഗ്രോത്ത് ഇൻ ഏർലി സ്കൂൾ ഇയേഴ്സ്. നമ്മൾ ബ്ലോക്ക് 2 അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടെന്ന് പറയുമെങ്കിലും നമ്മൾ എപ്പോഴും പറയുന്നതാണ് സ്കൂൾ ഇയേഴ്സിന്റെ ടൈമില് അതുപോലെ പിയാഷയുടെ തിയറി അതൊന്നും വിട്ടുകളയാൻ പാടില്ല അല്ലെ. ബ്ലോക്ക് 4 കോഗ്നിറ്റീവ് ചേഞ്ചസ് ഇൻ ഏർലി അഡൾട്ട്ഹുഡ്, അതേപോലെ ബ്ലോക്ക് 4 ഫിസിക്കൽ ചേഞ്ചസ് ഇൻ ഏർലി അഡൾട്ട്ഹുഡ്, ഇതിനും ഇത്രയും ടോപ്പിക്സിനും സാധ്യതയുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കോംപ്രിഹെൻസീവ് നോട്ട് ലേണേഴ്സ് കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്യണം, കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഈ ഒരു MPC 002 അല്ലെ, നമ്മളിപ്പോ പറഞ്ഞ ലൈഫ് സ്പാൻ ഡെവലപ്മെന്റിന്റെ ജൂൺ 2020 മുതൽ 2023 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒരു ഡേറ്റ കളക്ട് ചെയ്തിട്ട് അതിൽ വന്നിട്ടുള്ള ഫോക്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സിനെ നോക്കിയിട്ടും അതേപോലെ ഫ്രീക്വന്റ്ലി ചോദിച്ച് കണ്ടിട്ടുള്ള ടോപ്പിക്സ് നോക്കിയിട്ടും ഓരോരോ ടോപ്പിക്സിനും എത്ര മാർക്കിനൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളൊരു ഈ ഒരു ഡേറ്റാസ് അല്ലെങ്കിൽ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കീ ഫോക്കസ് ഏരിയാസിനെ ഒന്നുകൂടെ നോക്കാം. മീനിങ് ഓഫ് ഏർലി ചൈൽഡ്ഹുഡ് ബ്ലോക്ക് 1 യൂണിറ്റ് 4 ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു ഹയസ്റ്റ് ടോട്ടൽ മാർക്സ് നമുക്ക് കൊടുക്കാവുന്നത് ഈ ഒരു ടോപ്പിക്കിനാണ്. ഒരു സ്റ്റഡി ടിപ്പ് എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ അണ്ടർസ്റ്റാൻഡിംഗ് ദ ഫിസിക്കൽ, കോഗ്നിറ്റീവ് ആൻഡ് സൈക്കോ സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഡെവലപ്മെന്റ് ഡ്യൂറിംഗ് ഏർലി ചൈൽഡ്ഹുഡ്. ഓക്കെ, ഏർലി ചൈൽഡ്ഹുഡിന്റെ ഫിസിക്കും കോഗ്നിറ്റീവും സൈക്കോ സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ നിങ്ങൾ നോക്കണം. പിന്നെ വരുന്നതാണ് അഡോളസെൻസിന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. നമ്മൾ പല പ്രാവശ്യമായിട്ട് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ ഹൈ ഫ്രീക്വൻസി ആണ് കണ്ടിട്ടുള്ളത്. അതിനെ പഠിക്കുന്ന സമയത്ത് ആദ്യം മാർഷ്യാസ് ഐഡന്റിറ്റി സ്റ്റേറ്റസ് നോക്കണം, കോൺസെപ്റ്റ് ഓഫ് ഐഡന്റിറ്റി ക്രൈസിസ് നോക്കണം, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഐഡന്റിറ്റി ഡെവലപ്മെന്റ് ഡ്യൂറിംഗ് അഡോളസെൻസ്, ഈ കാര്യങ്ങളിലൊക്കെ ഒരു എക്സ്ട്രാ കെയർ കൊടുക്കുക. ഓക്കെ, പിന്നെ വരുന്ന സൈക്കോസോഷ്യൽ ചേഞ്ചസ് ഇൻ ഏർലി അഡൾട്ട്ഹുഡ് ആണ്. അതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടം പോലെ പ്രാവശ്യം വന്ന് കണ്ടിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ എറിക്സന്റെ തിയറി നോക്കുക, ലെവിൻസൺ സീസൺസ് ഓഫ് ലൈഫ് തിയറി ഉണ്ട്, ഈ സമയത്ത് നമ്മൾ പഠിക്കുന്ന ഒരു തിയറിയാണത്, അത് നോക്കണം. അതുപോലെ റിലേഷൻഷിപ്പ്, സെൽഫ് കോൺസെപ്റ്റ്, ഇങ്ങനെയുള്ള ടോപ്പിക്സിലൊക്കെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കാം. ഇനി അടുത്തത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ്. നമ്മുടെ പിയാഷയുടെ തിയറി ഒറ്റയ്ക്ക് തിയറി മാത്രമായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് എവിടെ ചോദിക്കുന്നോ അവിടെ അപ്ലൈ ചെയ്യാവുന്ന രീതിയിലും കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അതായത് എല്ലാവരും കോഗ്നിറ്റീവ് ചേഞ്ചസിൽ എവിടെ വന്നു കഴിഞ്ഞാലും കോഗ്നിറ്റീവ് ചേഞ്ചിന്റെ എന്ത് വന്നു കഴിഞ്ഞാലും നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് പിയാഷയുടെ തിയറി അല്ലെ. അപ്പൊ പിയാഷയുടെ തിയറിയുടെ കോൺസെപ്റ്റ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ അത് നിർബന്ധമായിട്ടും പഠിക്കുക. ഓരോരോ സ്റ്റേജും അത് മാറിപ്പോവാതെ കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കുക. ഓരോരോ സ്റ്റേജസിനും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു രീതിയിൽ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ടിപ്സ് ഒക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മെമ്മറി ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് പഠിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ കോൺക്രീറ്റ് ഓപ്പറേഷൻസ് ആണ് ഏറ്റവും കൂടുതൽ, അതായത് സ്കൂളിംഗ് ടൈമിലുള്ള ചൈൽഡ്ഹുഡിലുള്ള ഒരു ഡെവലപ്മെന്റൽ സ്റ്റേജ് ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത് ഈ ഇതിൽ. ഓക്കെ, പിന്നെ വരുന്ന ചാലഞ്ചസ് ഇൻ ഏജിങ് പ്രോസസ് ആണ്. ഏജിങ് പ്രോസസ്സിന്റെ ചാലഞ്ചസ് ഫിസിക്കൽ, കോഗ്നിറ്റീവ് ആൻഡ് സൈക്കോസോഷ്യൽ ചാലഞ്ചസ് ഒക്കെയാണ് നമ്മൾ ആ സമയത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്, ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കാണ്, പക്ഷെ എപ്പോഴും അത് കൃത്യമായിട്ട് വായിക്കുക. പിന്നെ അഡോളസെന്റ് ഡെവലപ്മെന്റ് ഓക്കെ, കൺസിസ്റ്റന്റ്ലി കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതില് ഫിസിക്കലും കോഗ്നിറ്റീവും സൈക്കോസോഷ്യലും എല്ലാം നമ്മൾ നിർബന്ധമായിട്ട് നോക്കണം, ഇൻക്ലൂഡിങ് പ്യൂബർട്ടി. ഓക്കെ, അപ്പൊ ആ ഒരു പ്യൂബർട്ടി എന്ന് പറയുന്നത് ഫിസിക്കൽ ഒരുപാട് നമ്മുടെ ഒരു വ്യക്തി
രൂപീകരിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തിത്വമായിട്ട് രൂപാന്തരപ്പെടുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിനും ഉണ്ടാവുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ് അല്ലെ. അപ്പൊ ആ ഒരു ശാരീരിക മാറ്റങ്ങളും ഫിസിക്കൽ ചേഞ്ചസും വളരെ വ്യക്തമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അഡോളസെൻസിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിനും ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം. ഇനി കോൺസെപ്റ്റ് ഓഫ് ഇൻഫാൻസി പീരീഡ് ബ്ലോക്ക് 1-ലുള്ള ഇൻഫാൻസിയുടെ കോൺസെപ്റ്റ്സ്, അതിൽ അധികമൊന്നും നമുക്ക് ചോദിച്ച് കണ്ടിട്ടില്ലെങ്കിലും പ്രത്യേകിച്ച് ഫിസിക്കൽ ഗ്രോത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നെ സൈക്കോ സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റ്സ്, അതൊക്കെ നമുക്ക് സെക്ഷൻ ബിയിലൊക്കെ കുറെ കണ്ടിട്ടുണ്ട്. പ്ലസ് കോഗ്നിറ്റീവ് ആൻഡ് ലിംഗ്വിസ്റ്റിക് ഡെവലപ്മെന്റ്, ലാംഗ്വേജ് ഡെവലപ്മെന്റിന് ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കണം. ഓക്കെ, ഫിസിക്കൽ ഗ്രോത്ത് ഇൻ ഏർലി സ്കൂൾ ഇയേഴ്സ് ഇഷ്ടംപോലെ ചോദിച്ചു വന്നിട്ടുള്ള ഒന്നാണ് ഫിസിക്കൽ ഗ്രോത്ത് ഇൻ ഏർലി സ്കൂൾ ഇയേഴ്സ്. പ്രത്യേകിച്ച് ആ മോട്ടോർ ഡെവലപ്മെന്റ് ഒക്കെ, മോട്ടോർ സ്കിൽസും മോട്ടോർ ഡെവലപ്മെന്റും ഒക്കെയാണ് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. ഓക്കെ, പിന്നെ വരുന്ന കോഗ്നിറ്റീവ് ചേഞ്ചസ് ഇൻ ഏർലി അഡൾട്ട്ഹുഡ് ആണ്. കോഗ്നിറ്റീവ് ചേഞ്ചസ് ഇൻ ഏർലി അഡൾട്ട്ഹുഡ് ആണ് പല പ്രാവശ്യമായിട്ട് കണ്ടിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ അതിനെ ശ്രദ്ധിക്കണം. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഡ്യൂറിങ് ഏർലി അഡൾട്ട്ഹുഡ് ഇൻക്ലൂഡിങ് ഇൻഫർമേഷൻ പ്രോസസിങ് ആൻഡ് ഇന്റലക്ച്വൽ എബിലിറ്റീസ്. അവിടെ നമ്മളൊരു ജോബ് അല്ലെങ്കിൽ ഒരു കരിയർ ഡെവലപ്മെന്റ് ഒക്കെ വെച്ചിട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇനി വരുന്ന ഫിസിക്കൽ ചേഞ്ചസ് ഇൻ ഏർലി അഡൾട്ട്ഹുഡ് ആണ്. അതായത് ഒരുപാട് ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ലെങ്കിലും നമുക്ക് ആ ഒരു ഏജിങ് പ്രോസസ് എന്നൊക്കെ പറയുന്നത് ശ്രദ്ധിക്കുക, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ നമുക്കൊരു കുറച്ച് ടിപ്സ് നോക്കുകയാണെങ്കിൽ, കവർ ദ ഫിസിക്കൽ ചേഞ്ചസ് ദാറ്റ് ഒക്കേഴ്സ് ഡ്യൂറിങ് ഏർലി അഡൾട്ട്ഹുഡ് ഇൻക്ലൂഡിങ് ഹെൽത്ത് ആൻഡ് വെൽനെസ് ആൻഡ് ഇമ്പാക്ട് ഓൺ ഓവറോൾ ഡെവലപ്മെന്റ്. ഓക്കെ, പിന്നെ പ്രയോറിറ്റൈസ് ഹൈ വെയിറ്റ് ടോപ്പിക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞതിൽ കുറെ ഹൈ വെയിറ്റേജ് വന്നിട്ടുള്ള അല്ലെങ്കിൽ ഹൈ കോഴ്സ് വന്നിട്ടുള്ള ടോപ്പിക്സ് കണ്ടിട്ടുണ്ട്. അതിനൊക്കെ നിങ്ങൾ കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇഷ്ടംപോലെ എഴുതാൻ പറ്റുന്ന രീതിയിൽ നല്ല രീതിക്ക് വായിച്ചു പോകും. ഓക്കെ, ഈ കോർ തിയറീസ് ഉണ്ട് നമുക്ക്, അതായത് പിയാഷയുടെ തിയറി, എറിക്സന്റെ തിയറി, അതുപോലെ പിന്നെ എന്താണ് ലെവിൻസന്റെ സീസൺസ് ഓഫ് ലൈഫ് തിയറി, കോൾബർഗിന്റെ തിയറി, പിന്നെ ഐഡന്റിറ്റി, മാഷിയാസിന്റെ ഐഡന്റിറ്റി സ്റ്റാറ്റസ്, അങ്ങനെ കുറച്ച് തിയറീസ് ഉണ്ട് അല്ലെ. നമ്മളത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, തിയറീസ് വേറെ തന്നെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ തിയറീസിനെയൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഒക്കെ ഉണ്ട്. ഇതിലൊക്കെ നമ്മൾ ചില തിയറീസിനൊക്കെ ഡയഗ്രാംസ് ഒക്കെ വെച്ചിട്ട് പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്നും കൂടെ ഒന്ന് പൊടി തട്ടി എടുക്കുക. ഓക്കെ, ഇനി യൂസ് പാസ്റ്റ് പേപ്പേഴ്സ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ നിങ്ങൾ ഫെമിലൈസ് ചെയ്യുക, നിർബന്ധമായിട്ടും അത് വായിച്ചു പോവുക. ഓക്കെ, ഇനി ഒരു സ്റ്റഡി സെഷൻസിനെ നമ്മൾ ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ്. ബ്രേക്ക് ഡൗൺ യുവർ സ്റ്റഡി സെഷൻസ് ബൈ ബ്ലോക്ക് ആൻഡ് യൂണിറ്റ്, ഡെഡിക്കേറ്റിംഗ് മോർ ടൈം ടു 5 ടോപ്പിക്സ്. ഇപ്പൊ അതേപോലെ തന്നെ ചില ടോപ്പിക്സ് നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ടോപ്പിക്സും യൂണിറ്റ്സും ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഓരോ ടോപ്പിക്സിന് എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഓരോ ടോപ്പിക്സിനും ഇത്രയും വെയിറ്റേജ് ആണ് വന്നിട്ടുള്ളത്, അപ്പൊ അതിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഇങ്ങനെ. അല്ലെങ്കിൽ ഏത് ടോപ്പിക്സ് ആണ് എനിക്ക് ഈസി ആയിട്ട് തോന്നുന്നത്, ഏതാണ് എനിക്ക് കുറച്ചും കൂടി ടൈം കൊടുക്കണം എന്ന് തോന്നുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം അല്ലെ. അപ്പൊ അതിന്റെയൊക്കെ ബേസിൽ നിങ്ങൾ ഓരോരോ ടോപ്പിക്കിനെയും അല്ലെങ്കിൽ ഓരോരോ സെഷൻസിനെയുമായിട്ട് ഓർഗനൈസ് ചെയ്യുക, ടൈം വെച്ച് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക, അതിനനുസരിച്ച് പഠിക്കാം. ഓക്കെ, പിന്നെ എക്സാം നോട്ട്സ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ നോട്ട്സ് അല്ല, എക്സാമിന്റെ സമയത്ത് നമ്മൾ ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വെക്കുന്നത് വളരെയധികം നമുക്ക് ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എക്സാമിന്റെ ലാസ്റ്റ് ടൈമിൽ, അതായത് ഹാളിലേക്ക് കയറുന്ന ആ സമയത്തല്ല, കുറച്ച് മുന്നേ ഒരു ഫൈനൽ നോട്ട് ഒരു നോക്കലൊക്കെ ഉണ്ടല്ലോ നമുക്ക്. അവസാന സമയത്ത് എന്തെങ്കിലുമൊക്കെ പോയിന്റ് മനസ്സിൽ ഉദിച്ചാലോ അല്ലെങ്കിൽ അവിടെ കിടന്നാലോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഈ എക്സാമിന് വേണ്ടി പഠിച്ച സമയത്തെ ഷോർട്ട് നോട്ട് ആണെങ്കിൽ വളരെയധികം ഉപകാരപ്രദമായിരിക്കും. ഓക്കെ, ഈ സമയത്ത് നിങ്ങൾക്ക് ഇപ്പൊ കളേഴ്സ് ഒക്കെ, അതായത് ഇപ്പൊ ഒരു ബ്ലൂ ഇങ്ക് കൊണ്ട് എഴുതുന്നു, അതിൽ ഹൈലൈറ്റ് ചെയ്യേണ്ടതിനെ റെഡ് ഇങ്ക് കൊണ്ട് മാർക്ക് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്ന ശീലം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെയധികം ഉപകാരപ്രദമായിരിക്കും. നമുക്കത് പെട്ടെന്ന് നമ്മുടെ ബ്രെയിനിൽ അത് കിടക്കും. ഓക്കെ, ഓർമ്മയിൽ വളരെയധികം മെമ്മറിയിൽ നിൽക്കാൻ സഹായിക്കുന്ന ഒരു കാര്യം കൂടെയാണ്. പിന്നെ നമ്മൾ പൊതുവെ പറയാറുണ്ടല്ലോ, ഒരു 10 പ്രാവശ്യം വായിക്കുന്നതും 1 പ്രാവശ്യം മനസ്സിരുത്തി എഴുതുന്നതും ഒരേപോലെയാണ് അല്ലെ. അപ്പം എഴുതി പഠിക്കുക വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിനൊക്കെ അനുസരിച്ച് ഇത്രയും കുറെ ടിപ്സും കീ ഏരിയാസും കാര്യങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ഒരു ബേസിൽ നിങ്ങൾ നമ്മുടെ ലൈഫ് സ്പാൻ ഡെവലപ്മെന്റിനെ പഠിക്കുക. പിന്നെ നമ്മൾ പൊതുവെ പറയുന്നതാണ്, ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു പേപ്പർ നമുക്ക് ഒട്ടും അപരിചിതമായ ഒരു പേപ്പർ ഒന്നും അല്ല അല്ലെ. കാരണം നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ലൈഫിന്റെ ചുറ്റും എവിടെ നോക്കിയാലും കാണാവുന്ന കുറെ സ്റ്റേജസ്, കാണാവുന്ന കുറെ കോൺസെപ്റ്റ്സ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ പഠിച്ചിട്ടുള്ളത്. ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഒക്കെ കൂട്ടിച്ചേർത്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. നിർബന്ധമായിട്ടും ആ എക്സാമ്പിൾസിനെയൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, ഓർത്ത് വെക്കുക. ഒന്നുമില്ലെങ്കിലും ആ എക്സാമ്പിൾസോട് കൂടെ നിങ്ങൾ നിങ്ങളുടെ കോൺസെപ്റ്റ്സിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയാസിനെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവർക്കും ഒരു
നല്ല എക്സാം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനി അവസാനമായിട്ട് നമുക്കൊരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ നോക്കാം. ഓക്കെ, 2024 വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ നമുക്ക് ഫൈനലി നോക്കാം. നമുക്കറിയാം നമ്മുടെ ടൈം എന്ന് പറയുന്നത് 2 hours ആണ്. മാക്സിമം മാർക്സ് 50. അപ്പൊ സെക്ഷൻ എയിൽ ടോട്ടൽ നമുക്ക് വരുന്നത് 2 ക്വസ്റ്റ്യൻസ് ആണ്. 20 മാർക്സിലായിട്ട് ടോട്ടൽ 20 മാർക്സ് 2 into 10 എന്നുള്ള രീതിയിൽ. അപ്പം ഇതിൽ ചോദിച്ചിട്ടുള്ളതിൽ ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഡിസ്കസ് ദ മീനിങ് ഓഫ് ഏർലി ചൈൽഡ്ഹുഡ്, എലിസിഡേറ്റ് ദ ഫിസിക്കൽ ആൻഡ് സൈക്കോസോഷ്യൽ ഡെവലപ്മെന്റ് ഡ്യൂറിംഗ് ദിസ് പീരിയഡ്, ദാറ്റ് ഈസ് ഏർലി ചൈൽഡ്ഹുഡ്. പിന്നെ എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ഐഡന്റിറ്റി ഇൻ അഡോളസൻസ്, ഡിസ്കസ് മാഷാസ് ഐഡന്റിറ്റി സ്റ്റേറ്റസ് ആൻഡ് ദെയർ റിലവൻസ്. ഓക്കെ, അപ്പൊ ഒരു 5+5 എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക, അല്ലെങ്കിൽ 6+4 എന്ന രീതിയിലായിരിക്കും വരുന്നുണ്ടാവുക. ഐഡന്റിറ്റി, കോൺസെപ്റ്റ് ഓഫ് ഐഡന്റിറ്റിയും അതേപോലെ ഐഡന്റിറ്റി സ്റ്റേറ്റസ് മോഡൽ മാഷിയാസിൻ്റെതും. തേർഡ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ സൈക്കോസോഷ്യൽ ചേഞ്ചസ് ദാറ്റ് ഒക്കേഴ്സ് ഡ്യൂറിംഗ് ഏർലി അഡൾട്ട്ഹുഡ്. സൈക്കോസോഷ്യൽ ചേഞ്ചസ് ഇൻ ഏർലി അഡൾട്ട്ഹുഡ്. ഡിസ്കസ് എറിക്സൺസ് തിയറി ആൻഡ് ലെവിൻസൺ സീസൺസ് ഓഫ് ലൈഫ് തിയറി. നാലാമത്തെ ക്വസ്റ്റ്യൻ, ക്രിട്ടിക്കലി അനലൈസ് പിയാഷെസ് തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് വിത്ത് എ ഫോക്കസ് ഓൺ ദ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജസ്. അപ്പൊ ഇത്രയാണ് ഫസ്റ്റത്തെ സെക്ഷനിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി സെക്ഷൻ ബി എടുക്കുമ്പോൾ 250 വേർഡ്സിനാണ് 6 മാർക്കിലാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അല്ലെ. 4 എണ്ണമാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഡിസ്കസ് ദ ചാലഞ്ചസ് ഫേസ്ഡ് ഡ്യൂറിംഗ് ദ ഏജിംഗ് പ്രോസസ്. ഹൗ ക്യാൻ ഇൻഡിവിജ്വൽസ് കോപ്പ് വിത്ത് ദീസ് ചാലഞ്ചസ്? 4th ബ്ലോക്കിലെ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. 6th, എക്സ്പ്ലെയിൻ ദ മെയിൻ ആസ്പെക്ട്സ് ഓഫ് ഫിസിക്കൽ ഗ്രോത്ത് ഇൻ ഏർലി സ്കൂൾ ഇയേഴ്സ് ആൻഡ് ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇറ്റ്. ഓക്കെ, 2nd ബ്ലോക്കിലെയാണ്. ഇനി 7th, ഡിസ്ക്രൈബ് ദ കോൺസെപ്റ്റ് ഓഫ് അഡോളസന്റ് ഡെവലപ്മെന്റ്, ഡിസ്കസ് ദ മെയിൻ ഫിസിക്കൽ ആൻഡ് കോഗ്നിറ്റീവ് ചേഞ്ചസ് ഡ്യൂറിംഗ് അഡോളസൻസ്. 8th, ഡിഫൈൻ ദ കോൺസെപ്റ്റ് ഓഫ് ദ ഇൻഫാൻസി പീരിയഡ്, വാട്ട് ആർ ദ കീ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് ഡ്യൂറിംഗ് ദി സ്റ്റേജ് ഇൻഫാൻസി. 1st ബ്ലോക്കിലെയാണ്. ഇനി അടുത്ത, ഡിസ്കസ് ദ കോഗ്നിറ്റീവ് ചേഞ്ചസ് ദാറ്റ് ഒക്കർ ഡ്യൂറിംഗ് ഏർലി അഡൾട്ട്. കോഗ്നിറ്റീവ് ചേഞ്ചസ് ആണ്. ഹൗ ഡു ദീസ് ചേഞ്ചസ് ഇമ്പാക്ട് ഓവറോൾ ഡെവലപ്മെന്റ്. 10th, elucidate Piaget's theoretical approach to cognitive development during adolescence. പിയാഷെയുടെ തിയററ്റിക്കൽ അപ്രോച്ച് കോഗ്നിറ്റീവ് എന്തില് അഡോളസൻസിലുള്ളത്. ഓക്കെ, ഇനി സെക്ഷൻ സി നോക്കാം. സെക്ഷൻ സി എന്ന് പറയുമ്പോൾ 100 വേർഡ്സിനാണ് എഴുതേണ്ടത് അല്ലെ. അപ്പൊ ഏതെങ്കിലും 2 എടുക്കുക, 3 മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. ഈഗോ സെൻട്രിസം ഇൻ അഡോളസൻസ്, ഗോൾസ് ഓഫ് ഡെവലപ്മെന്റൽ ചേഞ്ചസ്, ചാലഞ്ചസ് ഓഫ് അഡോളസൻസ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഏകദേശം ഒരു പ്രഡിക്ഷൻ വന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെയൊക്കെ ആൻസർ നമ്മുടെ ആപ്പില് കീ പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ആൻസർ കീ നമ്മൾ നമ്മുടെ ആപ്പിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് നോക്കുക. അത് വെച്ചിട്ട് ഒരു എക്സാം പോലെ നിങ്ങളൊന്ന് എഴുതി നോക്കുക. അപ്പൊ എല്ലാവർക്കും നല്ല രീതിക്ക് എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. നല്ല രീതിയിൽ അപ്പിയർ ചെയ്യാൻ പറ്റട്ടെ. നിങ്ങളുടെ ഉള്ളിലുള്ള ഐഡിയാസ് ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം പേപ്പേഴ്സിലേക്ക് വരുത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓൾ ദ ബെസ്റ്റ്. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ അവൈലബിൾ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലേൺവൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് സന്ദർശിക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളുമായിട്ട് വാട്സ്ആപ്പ് വഴി കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട്. 7592939616. ഞാൻ നമ്പർ ഒന്നുകൂടി വായിക്കാം, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. 7592939616. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു.